ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് തായ്വാൻ സെർവറിലാണ് ഗൈസ്. എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. ഇതാണ് ഓൻ്റെ അക്കൗണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ആക്കി. പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലേ ഈ തായ്വാൻ സെർവറിൽ പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇന്ത്യ സെർവറിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ട സാരാ ഇവിടെ ഇല്ല, കോയിന് കൊടുക്കുന്നത് ഗൈസ്. വേറൊന്നും കണ്ടപ്പോൾ ഞാൻ ശരിക്കും നെട്ടി ഗൈസ്. ഇത് നിങ്ങൾക്കറിയാം ബ്രേക്ക് ഡാൻസിൻ്റെ ഇതാണ്. പിന്നെ മറ്റൊന്നും കൂടി കണ്ടപ്പോൾ എന്നെ ശരിക്കും നെട്ടി. റയർ സാരെല്ലാം ഇവിടെ ഗോൾഡിനെ കൊടുക്കുന്നത് ഗൈസ്. ഈ തായ്വാൻ സെർവർ എങ്ങനെ എടുക്കണ്ടേന്ന് പറഞ്ഞാൽ എനിക്ക് കമന്റ് ഇട്ടാൽ ഞാൻ പറഞ്ഞുതരാം. അടുത്ത വീഡിയോ ഞാൻ അതായിരിക്കും പറയാൻ പോലെ. ഇത് ഗൈസ് പണ്ടത്തെ ഓൾഡായി വന്ന എല്ലാം ഉണ്ട്. പിന്നെ ഓൾഡ് പാൻസ് ഉണ്ട് ഗൈസ്, ഷൂസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ലോങ് വോൾഫ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പറഞ്ഞ ഈ തായ്വാൻ സെർവറിൽ ഹാക്കേഴ്സ് ആ ഫുള്ളില്ലെന്ന്. തെളിവിനിതാ ഞാനടുത്ത് ഈ പാറ്റേൺ ചെയ്ത് സെർവറിന് കാണിച്ചാൽ ഗൈസ്. അപ്പം എൻ്റെ അനിയനെ ആദ്യം എടുക്കാൻ നോക്കാം. അല്ല, ഞാനത് പിസ്റ്റൽ വെച്ച് അടിച്ചിടാൻ കഴിയാൻ നോക്കട്ടെ ഗൈസ്. ഞാൻ 4 റൗണ്ട് എടുത്ത എൻ്റെ അനിയനായിരിക്കും ലാസ്റ്റ് റൗണ്ട് എടുക്കാൻ കൊടുക്കുക. ഓൻ്റെ കളിയാണോ എൻ്റെ കളിയാണോ സീന് നോക്കണേ. അവിടെ ഉണ്ട് അവേ. അപ്പോൾ ഗൈസ് ഫസ്റ്റ് എൻ്റെ ഒരു ഹെഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു ഈ ബോട്ടൊക്കെ അടിച്ചോളൂ, ഈ ബോട്ടൊക്കെ അടിച്ചോളൂ ഗൈസ്. വാ, അടുത്തത് അത് ഗൈസ് അടിക്കാൻ നോക്കട്ടെ. പിടിക്കാനടിക്കും വരെ കാണട്ടെ. ഇതല്ലേ കിട്ടുന്നില്ലല്ലോ ഹെഡ്. ബോഡി ഷോട്ട് കിട്ടുന്ന ഞാൻ തീർത്തിട്ടുണ്ട്. ഹെഡ് ഷോട്ട് അടിക്കാൻ കഴിയുന്നില്ല. എടുത്ത് അടിക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. അപ്പോൾ 2 റൗണ്ട് ഞാൻ എടുത്ത ഓനിക്ക് ഇപ്പോഴും 0 ഷൈ. അപ്പം നമ്മൾ നല്ലോണം കളിച്ച് ജയിക്കാൻ കഴിയാൻ നോക്കാം. ഈ തായ്വാൻ സെർവറാ ഫുൾ ഹാക്കർമാരെന്ന് പറഞ്ഞു. ഞാൻ ഇതൊരു തായ്വാൻ സെർവറിൽ വന്നിട്ട് മറ്റേ ഹാക്കർമാരെ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഇനി നേരത്തെ 2 ഹാക്കേഴ്സ് ഹാക്കേഴ്സ് കണ്ടിട്ടില്ലെന്നില്ല ഗൈസ്. ഓൻ അങ്ങനെ 1 റൗണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ റിവെഞ്ച് എടുത്തിട്ട് ഇതാ വരുന്നത് ഗൈസ്. ഞാൻ ഇതാ റിവെഞ്ച്. അപ്പോൾ ഗൈസ് 4 റൗണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു റിവെഞ്ച് തന്നെ അങ്ങ് നടന്നു. ഓനെ ഒന്നിൽ തന്നെ പൊട്ടിക്കാനാണ് ഗൈസ് പ്ലാൻ. പക്ഷേ ഒന്നിൽ തന്നെ ഓനെ പൊട്ടിക്കാനാ. ഈ റൗണ്ട് ഇക്കാക്ക കിട്ടേ. ഇത് ഇക്കാക്ക റിവെഞ്ചായി എടുക്കും. ഞാൻ തീരുകയാണെങ്കിൽ ഇത് ചായക്കുള്ള റൗണ്ടാ. അപ്പോൾ ബുയ എടുത്ത തായ്വാൻ സെർവർ തന്നെയാണ്. ഇതിന് ഇപ്പം എൻ്റെ അനിയൻ കളിക്കാൻ പോവാണ്. ഇതാണെങ്കിൽ തായ്വാൻ സെർവർ കാണിച്ചു തരാം. ഈ തായ്വാൻ സെർവർ വേണം. എല്ലാവർക്കും തെളിവായി കാണുന്നുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഒരു CS മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മപ്പോൾ ഈ 7 days വെച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെ കളിക്കാൻ തുടങ്ങി. 7 days in Taiwan ഇതായിരിക്കും ഗൈസ്.
ഗൈസ് കളിക്കുന്നത്. ഞാനൊരു റാപ്പർ, നിങ്ങളൊരു കോപ്പി. മെഡിക്കറ്റ് ഒന്നും കൂടി. അവിടെ നീ ഫുൾ മെഡിക്കറ്റ് അടിക്കുന്നതിന് മുമ്പ് പോലെ മെഡിക്കറ്റ് അടിക്കാൻ പറയുമ്പോ നമ്മൾ ദേഷ്യപ്പെടുന്നല്ലേ അല്ലടാ. ആ നീ ഐസ് എടുത്തൊക്കെ എടുത്തണ്ട ഐസ്. ലാസ്റ്റത്തെ നല്ലോണം പ്രോ വന്ന് കണ്ടോ, രണ്ടിടത്ത് നോക്കി ഇതൊക്കെ എടുത്തരണ ശരി കണ്ടോ പ്രോ ആണ്. ഓ ട്രിപ്പിൾ കിൽ, ഒരാളെയും കൂടി കിട്ടിയെങ്കിൽ. അപ്പോൾ അടുത്തതായി ഏത് ഗണ്ണാന്ന് ഇതല്ലേ. അപ്പോൾ എൻ്റെ ഗണ്ണ് എന്നാ ഈ റൗണ്ടിൻ്റെ ആരൊക്കെ എടുക്കാതെ അല്ലേ ഇവിടെ വന്നിരി. ഈ റൗണ്ട് ഞാൻ എടുക്കാതെ ഞാനെടുത്തത് നിങ്ങൾക്ക് അറിയാതെ. ചിലപ്പോൾ ഹെഡ് ആയിരിക്കും ഫുൾ കയറാം. അടിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കാണാൻ പറ്റും. അവിടെ ഭൂതണ്ട് ഒരുമിച്ചാണല്ലേ. ഒരുമിച്ചിട്ട് നമ്മളെ കൊണ്ടൊന്നും ചെയ്യില്ല. അവിടെ ഒത്തിരി കൂടി നോക്കിയത്. ഇവിടെ ഭൂതണ്ട് അപ്പുറത്തെ ടീമില് നോക്കി. ഇനി ഒറ്റ ഒരാള് പിന്നുണ്ട്. ആ പൊക്ക് പൊക്ക് എനിക്കറിയാം. ഞാൻ കണ്ട് അതിൻ്റെ ആരാ ഹെൽത്തോട്ട് ഇവരുണ്ട്. ഇവക്കാരെല്ലാം ഞാനുള്ള പറഞ്ഞത് എൻ്റെ അടുത്ത് തന്നെ തിരിച്ചറിയാം. ഭൂതനെ തിരിച്ച് പൊക്കിയില്ലേ. വീണ്ടും ഞാൻ ട്രിപ്പിൾ കില്ല് എടുത്തിട്ടുണ്ടേ. വെടിയേക്കാം. രൂപ ഇത് ടീ മാത്രമേ നല്ലോണം അടിക്കാൻ കഴിയുള്ളൂ. ബോംബ് തന്നെ, പക്ഷെ ബോംബില്ല. ഇല്ല, വെറുതെ പൈസ വണ്ടി പൈസ പോയി. 200 രൂപ ഇതൊക്കെ അടിച്ചാണോ. സ്നൈപ്പറല്ല അവരൊക്കെ, അതുകൊണ്ടാണ്. ഏത് ഗണ്ണാണ് ഗണ്ണില്ല. ആ രണ്ടുപേര് നമുക്കറിയാലോ ഏത് ഗണ്ണിലും എടുക്കണേ. ഓക്കെ നൂപത്തോ വീണ്ടും ട്രിപ്പിൾ കിൽ. നമ്മള് പൊളിയാ ട്രിപ്പിൾ കില്ലെടുത്ത്. ഇത് ലാസ്റ്റ് റൗണ്ടാ. പക്ഷെ അതിൻ്റെ ഞാനാ കൈസ് എടുക്കുന്നേ അല്ലടാ. ഞാനെടുക്കട്ടെ. എൻ്റെ കൂടെ കളി 1 ടാപ്പ് പ്ലെയറാണ്. ഇതല്ല എൻ്റെ ഇന്ത്യ സർവർ അടിപൊളിയാണല്ലേ.
ഇപ്പൊ റിമോട്ടല്ലേ പുതിയ ഡയമണ്ട്സ് എല്ലാം ഉണ്ട് അല്ലേ? 10K ഡയമണ്ട്സ് 20 കേസ് ഓർമ്മ മാറിപ്പോയി. 5 മാറിപ്പോയതാ. ഇവന് നല്ല ഓർമ്മ. ഇവനെ ഇപ്പൊ എൻ്റെ കൊണ്ട് കളിക്കാനാണ് കൊടുത്തിട്ടുള്ളേ. ലൈറ്റ് വേർഷൻ്റെ 2 ലാസ്റ്റ് റൗണ്ട് ഏസ് എടുക്കാൻ കഴിയാൻ നോക്കാൻ പോവാം. നമുക്ക് 3 ലാസ്റ്റത്തെ എവിടെയാടാ പോയിരിക്കുന്നത്? ഞങ്ങൾക്ക് ഏസ് എടുക്കണോടാ, അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒളിച്ചൊക്കെയാ എനക്ക് അടിക്കാൻ കഴിയില്ല. ഈ പെണ്ണുമ്പിള്ള എവിടെ പോയി തൊടല്ല ഇവിടെ റാങ്ക് കൂടിയില്ലേ? എന്തിനൂപമറ നാനും കളിച്ച പക്ഷേ കാക്കേന്ന് ബാക്കി എടുത്തേ തന്നിനി ഇപ്പൊ പൊളിച്ചേരെ നടന്നത് തന്നെ. ഹായ് ഗൈസ്, മങ്കേടി ലോഫി ഇവിടെ ഓരോ നമ്മൾക്ക് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. അതെവിടെ? അത് നമുക്ക് ഇവിടെ എക്കിപ്പാ ഏതാ എടുക്ക? ഇതെടുക്കുന്നു. പറമ്പല്ല ആനന്ദരായി വന്നു ഇവിടെ അടിച്ചല്ലോ. എത്രയാ സോൾഡ്? അത് ചെക്ക് ചെയ്യട്ടെ. ആകെ ഈ ഒറ്റതേ ഉള്ളൂ. ഞാൻ 1 ഇയേഴ്സ് പോലും ഓൾഡല്ല കണ്ടാ. 1 ഇയർ പോലും ഇതിൽ ഓൾഡല്ല. 0 ഇയർ ഓൾഡ്. പിസ്റ്റൽ കൊണ്ടടിക്കാൻ സ്നൈപ്പർ എനിക്കറിയാം. നീ കളിച്ചോ ഫസ്റ്റ് റൗണ്ട്. നീ എടുത്തിക്കൊക്കെ ജയിച്ചോളാം. ജയിക്കാനൊക്കെ വഴിയുണ്ട്. പോങ് സോങ് നമ്മ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നീ കേട്ടിട്ടുണ്ടോ? വരെ ഗേളാ അണലി. നേരത്തെ ഒരുത്തനും 1 ടാപ്പിൽ തീർത്താനാ. ഓടാ നല്ല സ്നൈപ്പർ പ്ലെയർ ആണെന്ന് തോന്നുന്നു. അക്ഷയിൻ്റെ ആയിരിക്കില്ല. അക്ഷയ്ക്ക് അറിയാമല്ലോ നല്ലോണം. ഓടാ ഞാൻ തീർന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റും. വീടെടുക്കുക. നമുക്ക് പാട്ടങ്ങ് വെച്ച് റിലാക്സ് ആയിക്കൂടെ? അപ്പൊ ഗൈസ് ഇപ്പൊ ഒരു പടക്കം പൊട്ടൊന്ന് വെച്ചേക്കും.
ഗൈസ്. കാറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പുറം ഈ പ്രാവശ്യം വന്ന പ്രോ പ്ലെയർ സിംഗിളാണെങ്കിൽ എടുക്കരുത്. ഇത് മിംഗിളായിപ്പോയി. നീവ് ഗണ്ണ എടുത്ത് ഓനെ എന്നെ പോലെയാ. ഈ കണ്ടല്ലേ പറഞ്ഞല്ലേ ഈ പ്രാവശ്യം എടുത്തോ. നോബന്മാർക്ക് പണ്ടേ നോബ് എലഗൻസ് പറഞ്ഞണ്ടേ ഒന്ന് ഒരിഞ്ച് നമ്മ ഒരുമിച്ച് പോയാൽ മാത്രമേ നടക്കത്തുള്ളൂ. എന്തെങ്കിലും അതുണ്ട് കൃത്യസമയം പോലെ നീ ഉറങ്ങാൻ പോവാ. റിവെഞ്ച് ടൈം. ഇവിടെ റിവെഞ്ച് ഡബിൾ പാനർ ഇഷ്ടം.
ഇവനിത് ഇതെടുത്തിട്ട് നടക്കുന്നത്. ഗുഡ് ഗുഡ് ബിസ്ക്കറ്റ് കേട്ടോ എനിക്ക്. ആ തീർത്തിപ്പോ. നല്ല